നമസ്കാരം. മന്ത്രി എ.കെ. ശശീന്ദ്രൻ രാജിവെച്ചു. 19 മന്ത്രിമാരുമായി അധികാരത്തിലേറിയിട്ട് 10 മാസം തികയുമ്പോൾ 2 പേരുടെ കുറവ്. LDF വന്ന് എല്ലാം ശരിയാകുമ്പോൾ സ്വജനപക്ഷപാതം ഉണ്ടാകില്ലെന്നായിരുന്നു പ്രഖ്യാപനം. EP ജയരാജൻ അത് തിരുത്തി. ആരോപണമുണ്ടായാൽ കടിച്ചു തൂങ്ങുന്ന UDF അല്ല LDF എന്നായിരുന്നു ജയരാജന്റെ രാജിയിലൂടെ പ്രഖ്യാപിച്ചത്. നല്ലത് തന്നെ. എന്നാൽ ജയരാജന്റെ വീഴ്ചയിൽ ഒന്നും തീർന്നില്ല. മന്ത്രിമാർ ജാഗ്രത കാണിക്കണമെന്ന പിണറായിയുടെ ഉഗ്രശാസനയ്ക്ക് ഫലം കണ്ടില്ല. മന്ത്രി എ.കെ. ശശീന്ദ്രനും രാജിക്കത്തെഴുതേണ്ടി വന്നിരിക്കുന്നു. ലൈംഗിക ചുവയോടെ സ്ത്രീയോട് സംസാരിച്ച ഈ മന്ത്രിയും കടിച്ചു തൂങ്ങാൻ മെനക്കെടാതിരുന്നത് നല്ല കാര്യം. സ്വകാര്യ സംഭാഷണത്തിന്റെ വിശ്വാസ്യത തെളിയാനും മന്ത്രി കാത്തുനിന്നില്ല. കാത്തുനിന്നിട്ട് കാര്യമില്ലെന്ന് സ്വയം അറിഞ്ഞു കാണും. ഇരയോ പരാതിയോ ഇല്ലാത്ത സംഭവത്തിൽ ധാർമ്മികത കാട്ടേണ്ടത് മന്ത്രിയേക്കാൾ വാർത്ത നൽകിയവരല്ലേ എന്ന ചോദ്യം നിലനിൽക്കെ തന്നെയാണ് കൂടുതൽ ചീഞ്ഞു നാറാനും പരാതിക്കാരി രംഗത്ത് വരാനും ശശീന്ദ്രൻ കാത്തു നിൽക്കാതിരുന്നത്. അഴിമതിയോ സ്വജനപക്ഷപാതമോ സ്ത്രീ പീഡനമോ ഒന്നും ഉയർന്നു വരാത്ത സാഹചര്യത്തിലും പൊതുപ്രവർത്തകൻ പ്രത്യേകിച്ച് മന്ത്രിമാർ പുലർത്തേണ്ട മാന്യത പാലിക്കാനുള്ള വിവേകം എ.കെ. ശശീന്ദ്രനും ബാധകമാണ്. അതിനാൽ രാജിവെച്ചല്ലോ എന്ന് പറഞ്ഞുള്ള വീമ്പിളക്കൽ ആവശ്യമില്ല. ഞരമ്പ് രോഗിയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ 70കാരനെ മന്ത്രിയാക്കാൻ വഴിയൊരുക്കിയ മുഖ്യമന്ത്രിക്കും മുഖം രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റു വഴിയില്ല. ഇനി NCP എന്ന നേതാക്കൾ മാത്രമുള്ള പാർട്ടിയുടെ കാര്യമോ? സംശയം വേണ്ട. NCPയിൽ ഇനി മന്ത്രി തർക്കം ചൂട് പിടിക്കും. മന്ത്രിയാകാൻ തെരഞ്ഞെടുപ്പിന് മുൻപേ കുപ്പായം തുന്നിയ കുട്ടനാട് MLA തോമസ് ചാണ്ടിക്ക് ഇനി അടങ്ങിയിരിക്കാൻ കഴിയില്ല. കുവൈറ്റിൽ നിന്ന് തോമസ് ചാണ്ടി സന്ദേശം നൽകിക്കഴിഞ്ഞു. സ്ത്രീയോട് അശ്ലീല സംഭാഷണം നടത്തിയതിന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ രാജിവെച്ചത് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ്. ഒന്നും ശരിയാകുന്നില്ലെന്ന CPMന്റെ ആത്മവിമർശനത്തിന് തൊട്ടു പിന്നാലെ മന്ത്രി കുടുങ്ങിയത് രാജിയിൽ വീണ്ടെടുക്കാൻ കഴിയുമോ? പരാതിക്കാരിയില്ലാത്ത ആരോപണത്തിൽ മുഖ്യമന്ത്രി മന്ത്രിയെ കൈവിട്ടത് അധികാര ദുർവിനിയോഗം ബോധ്യപ്പെട്ടതുകൊണ്ടാണോ? ഗൂഢാലോചന സംശയിച്ച് മന്ത്രിക്ക് പിന്തുണ നൽകുന്ന NCP പിന്നിലാരെന്ന് തുറന്നു പറയാത്തത് എന്തുകൊണ്ട്? പരാതിയില്ലാത്ത അശ്ലീല സംഭാഷണത്തിൽ മന്ത്രിയുടെ സ്വകാര്യത നിഷേധിക്കപ്പെട്ടു. ശശീന്ദ്രനെ മറിച്ചിട്ടതിൽ പാർട്ടി MLA തോമസ് ചാണ്ടിയുടെ ഗൂഢാലോചന സംശയിക്കണോ? തോമസ് ചാണ്ടി എന്ന പണച്ചാക്കിനെ മന്ത്രിസഭയിലെത്തിച്ച് പ്രതിച്ഛായ വീണ്ടും മോശമാക്കുമോ പിണറായി? ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബോധ്യമാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ മന്ത്രിസഭയിൽ നിന്നുള്ള എൻ്റെ രാജി നിങ്ങളെയെല്ലാം അറിയിക്കുകയാണ്. ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രൻ രാജിവെച്ചു. രാജി ലൈംഗിക ചുവയുള്ള ഫോൺ സംഭാഷണം പുറത്തായതിനെ തുടർന്ന്. രാജി കുറ്റസമ്മതമല്ലെന്ന് ശശീന്ദ്രൻ. തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണം വേണമെന്നും ശശീന്ദ്രൻ. അന്വേഷണം നിഷ്പക്ഷമാകാനാണ് രാജിയെന്നും വിശദീകരണം. പകരം മന്ത്രി ഉടനില്ലെന്ന് NCP. ജിഷ വധക്കേസിൽ സർക്കാരിനെ വെട്ടിലാക്കി വിജിലൻസ്. ശരിയായ അന്വേഷണം നടന്നില്ലെന്ന് വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട്. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന സംശയവും റിപ്പോർട്ടിൽ. കുറ്റപത്രവുമായി മുന്നോട്ട് പോയാൽ കോടതിയിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. പോലീസ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ സർക്കാരിന് ആപത്തെന്ന് VS. ജിഷ്ണു കേസിൽ ഒളിവിലുള്ള പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ നടപടി തുടങ്ങി. അറസ്റ്റ് ഉടനുണ്ടാകുമെന്ന് ജിഷ്ണുവിന്റെ കുടുംബത്തിന് DGPയുടെ ഉറപ്പ്. ജിഷ്ണുവിന്റെ അമ്മ മഹിജ നാളെ തിരുവനന്തപുരത്ത് നടത്താനിരുന്ന സത്യഗ്രഹം മാറ്റിവെച്ചു. കയ്യേറ്റങ്ങൾക്ക് പിന്നാലെ മൂന്നാറിനെ തകർത്ത് വൻകിട ക്വാറികളും. ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെതിരായ നീക്കത്തിന് പിന്നിലും ക്വാറി മാഫിയ. ഹൈറേഞ്ചിനെ തകർക്കുന്ന ക്വാറിയുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്. ദേവികുളം സബ് കളക്ടർ ജനങ്ങൾക്കെതിരെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ. കയ്യേറ്റം അന്വേഷിക്കണമെന്ന് കുമ്മനം രാജശേഖരൻ. സംസ്ഥാനത്തെ ബാങ്കുകളിൽ വീണ്ടും നോട്ട് ക്ഷാമം. കഴിഞ്ഞ 2 ആഴ്ചയായി RBI ബാങ്കുകൾക്ക് പണം നൽകുന്നില്ല. സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ പ്രതിസന്ധി രൂക്ഷമാകുന്നു. മലപ്പുറത്ത് പ്രചാരണത്തിനെത്തിയത് കുഞ്ഞാലിക്കുട്ടിയോടുള്ള അടുപ്പം കൊണ്ടെന്ന് KM മാണി. UDFിലേക്കുള്ള പാലമോ കലുങ്കോ ആയി ഇതിനെ കാണേണ്ടെന്നും മാണി. UDF പ്രചാരണ വേദിയിൽ മാണിയും PJ ജോസഫും. KPCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല MM ഹസൻ ഏറ്റെടുത്തു. ധർമ്മശാല ടെസ്റ്റിൽ ഇന്ത്യക്കും തകർച്ച. 2ാം ദിവസം 6 വിക്കറ്റിന് 248. ഓസ്ട്രേലിയ 52 റൺസിന് മുന്നിൽ. ലോകേഷിനും പുജാരയ്ക്കും അർദ്ധ സെഞ്ചുറി. എ.കെ. ശശീന്ദ്രന്റെ രാജിയിൽ പ്രതിച്ഛായ വീണ്ടെടുക്കുവാൻ കഴിയുമോ? ഈ
വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് KPCC വക്താവ് പന്തളം സുധാകരൻ, BJP നേതാവ് VV രാജേഷ്, മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജേക്കബ് ജോർജ്, NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ NM പിയേഴ്സൺ എന്നിവർ. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള.